എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് വസ്തുത സത്യസന്ധമായിരിക്കണ്ടേ? പ്രത്യേകിച്ച് സമസ്ത മുഷാവറ അങ്ങനെന്നൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ്. അത് ആരാണ്, എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹത്തെ നിങ്ങൾ കാണണം. ഇൻഷാ അല്ലാഹ് അവിടെ വരും. മാത്രമല്ല ഇത്തരം പരാമർശം ശരിക്കും സമസ്തയ്ക്ക് ദോഷമായി വരികയല്ലേ ചെയ്യുന്നത്? സമസ്തക്ക് ദോഷം എന്ന് പറഞ്ഞുകൂടാ. അതായത് മൊത്തത്തിൽ അതാണ് സമസ്തയിലൊക്കെ ഉള്ള അത്ര ഉന്നത അതെ, അത് പറയുന്ന ഒരു മോശം തന്നെയാണ്. അതാണ് ആവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെ ഒരു മുഷാവറംഗം ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ള കാരണം അത് മുഷാവറയ്ക്ക് ആ ഒരു അതായത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. അതനുസരിച്ചല്ലേ അത് പറഞ്ഞോളൂ. നമുക്ക് പക്ഷെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. നിലപാടല്ലേ ശരിക്കും? സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ല ഇതിൽ. എല്ലാവരും തോന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. CPM മൂപ്പര് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? എല്ലാവരും പറഞ്ഞു. അങ്ങനെ പലർക്കും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല EMS ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അതൊരു EMS-നെയൊക്കെ അവർ അനാദരിക്കുന്ന രീതി. അത് പിന്നെ EMS-ന്റെ അമ്മ അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല എൻ്റെ ചരിത്രം അങ്ങനെയാണോ എന്ന്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയേണ്ടതുണ്ടോ ശരിക്കും? അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശൈശ വിഭാഗത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും എന്നുള്ള ആൾക്കായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും അങ്ങനെയല്ല, ഇത് പറയേണ്ട ശൈലി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ബഹുഭാരിത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ സമസ്ത? ബഹുഭാരിത്വം ഉണ്ടല്ലോ, ഇസ്ലാമിലുണ്ടല്ലോ. അത് വളരെ അനിവാര്യമായ അള്ളാഹു അനുവദിച്ച ഒരു നിയമമാണ്. അത് ഒരു ഭാര്യ മതിയാവാതെ വരുമ്പം വല്ല അസുഖം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രം. അത് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈർ, നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വേറെ വിശാലമായൊരു വിഷയമാണ്. അതിപ്പം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി പലരും ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ബഹുഭാര്യത്വവും ശൈശവിവാഹത്വവും ഒക്കെ തന്നെ. ആദ്യകാലങ്ങളിലൊക്കെ ശൈശവിവാഹത്തിൻ്റെ പരിധി വളരെ വളരെ താഴെയായിരുന്നു. അത് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് കൂടി വന്നു. ഇപ്പോൾ വളരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കലും ഒക്കെ ആയതുകൊണ്ട് പഠിപ്പും കാര്യമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ പ്രായമൊക്കെ നീണ്ടു പോവുകയാണ് എന്നുള്ളതാണ്. നദ്വിക്കെതിരെ ശരിക്കും ഒരു നടപടി വേണ്ടതല്ല. കാരണം മുഷാവറ അംഗം അത് നിങ്ങൾ തങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ എന്താക്കുക? ചർച്ച ചെയ്യുമോ ഈ യോഗത്തിൽ? അതറിയില്ല, എനിക്കറിയില്ല. അജണ്ട എനിക്കറിയില്ല. അജണ്ട ഒക്കെ അതിൻ്റെതായിരിക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം അതിനനുസരിച്ച് ചർച്ച നടക്കും. സമസ്തയിൽ ഇപ്പോൾ ഇരു വിഭാഗം തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ രമ്യമായി പരിഹരിക്കുന്നതിലേക്ക് എത്തിയോ? അതിന് പരിഹാരം പരിഹരിച്ചു എന്ന് പറയുന്നു, അടുത്തത് പരിഹരിച്ചില്ല എന്ന് പറയുന്നു. പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുഷാവറയും. ഈ എന്തായി എന്നുള്ള നടപടി അതിനെ സംബന്ധിച്ച് എവിടെ എത്തിയെന്നുള്ളത് ഈ മുഷാവറ യോഗം വിലയിരുത്തേണ്ടതാണ്. അതിൽ ഈ മധ്യസ്ഥരെ തീരുമാനിച്ചില്ലായിരുന്നു? മധ്യസ്ഥരുടെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മധ്യസ്ഥരെന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം, അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്, സമസ്തയുടെ നേതാക്കളും ഇരുന്നിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ട് 9 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കിയാൽ വിഷയം തീർന്നു. പക്ഷേ അത് നടപ്പായി വന്ന് കാണുന്നില്ല എന്നുള്ളതാണ്, വൈകി പോകുന്നു എന്നുള്ളതാണ്. ആരുടെ ഭാഗത്തു നിന്നാണെന്നുള്ളതൊക്കെ അതിൻ്റെ നേതാക്കൾ പറയുന്നു കരുതാണ്. ഈ ലീഗ് പക്ഷത്തെ ആളുകളൊക്കെ പറയുന്നത് കുറച്ച് ലീഗ് വിരുദ്ധരായ ആളുകൾ സമസ്തയിലുണ്ട്. അവരാണ് ഈ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. മുർബൈസ് മാത്രമല്ല, അങ്ങനെ പലരും ഉണ്ട് ഇത്രയും പറയുന്നത്. ഇന്ന് സഖാവ് ഉമർ ഫൈസി എന്നാണ് ചിലർ പറയാറുള്ളത്. അതിപ്പോ എനിക്കറിയില്ലല്ലോ, ഞാനല്ലേ പറയുന്നത്. മന്ത്രിമാർക്കൊക്കെ അനുകൂലമായി പല കാര്യങ്ങളും നിൽക്കുന്നതുകൊണ്ടാണോ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഞാൻ നിൽക്കുന്നില്ലല്ലോ. മന്ത്രിമാർക്ക് അനുകൂലം ഞാൻ നമ്മുടെ സമസ്തന്റെ കാര്യങ്ങൾ പറയും, നമ്മൾ മതപരമായ ആദർശപരമായ കാര്യങ്ങൾ പറയും എന്നല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ രാഷ്ട്രീയമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ ഒരുപോലെ തന്നെ കാണുക. നമ്മളോട് സഹകരിക്കുന്നവരോട് അങ്ങോട്ട് സഹകരിക്കും, നമ്മളെ എതിർക്കുന്നവരോട് നമ്മൾ എതിർക്കും. കഴിയുന്നതും ജനാധിപത്യ രാജ്യത്തിൽ നിയമമായിട്ട് എങ്ങനെയൊക്കെ നേരിടാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് നേരിടും. അങ്ങനൊന്നുമില്ല. അങ്ങനെ നദ്വിനോട് നദ്വി നമ്മളൊരു സഹോദരൻ. ആ വാക്ക് ആ രൂപത്തിലായത് ശരിയായില്ല. അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം വരും, നിങ്ങൾക്ക് ചോദിക്കാം. മാത്രമല്ല അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? എന്നാ പിന്നെ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്.